ആരോപണ വിധേയരാകുന്ന മന്ത്രിമാർ സത്യം തെളിയുന്നതുവരെ രാജിവെച്ച് പുറത്തു നിൽക്കണമെന്നത് ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കവും മര്യാദയുമാണെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എം.എൽ.എ. മന്ത്രി കെ.ടി. ജലീലിനോട് ലീഗിന് യാതൊരുവിധ ഈർഷ്യയുമില്ലെന്നും മന്ത്രിയുമായി സഹകരിക്കേണ്ടപ്പോൾ സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ടി.സി.വിയോട് പറഞ്ഞു. കെ.ടി. ജലീലിനെതിരെ ലീഗ് വെറുതെ പ്രസിഡന്റാക്കുകയാണെന്നുള്ള രൂപത്തിലാണ്. ജലീൽ മന്ത്രിയായി ഇതുവരെ ലീഗ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളൊക്കെ പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള നിലക്ക് ജലീലുമായി സഹകരിക്കാവുന്ന മേഖലയിലൊക്കെ സഹകരിച്ചിട്ടേ ഉള്ളൂ. ഇതല്ല വിഷയം. ഒരു മന്ത്രി നടത്തിയ സ്വജനപക്ഷപാതവും അഴിമതിയും തുരുതുരാ വന്നുകൊണ്ടിരിക്കുക. യൂത്ത് ലീഗ് ഒരു വിഷയമാണ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അദ്ദേഹം മന്ത്രിയായ ഈ സമയം കൊണ്ട് ചെയ്ത അഴിമതികളും സ്വജനപക്ഷപാതവും ബന്ധുക്കളെ നിയമിച്ചതും ഇഷ്ടക്കാരെ നിയമിച്ചതും മന്ത്രിഭവനത്തിൽ ജോലിയാണെന്ന് പറഞ്ഞ് വളാഞ്ചേരിയിലെ അയൽവക്കക്കാർ പണം വാങ്ങുന്നതും ഒക്കെ അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഗൗരവകരമായ ആരോപണം നേരിടുന്ന മന്ത്രിക്ക് പ്രത്യേക പരിഗണന മുഖ്യമന്ത്രിയും കോടിയേരിയും നൽകുന്നത് അധാർമികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ ആ ആരോപണങ്ങളുടെ സത്യം തെളിയുന്നത് വരെ മന്ത്രിമാർ രാജിവെച്ച് മാറി നിൽക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ കീഴ്വഴക്കവും മര്യാദയുമാണ്. ജനാധിപത്യ മര്യാദ അനുസരിച്ച് രാജിവെക്കാൻ സന്നദ്ധമാകണം. ഞങ്ങളോടുള്ള വാശിക്ക് ഇതിനു മുമ്പ് ജയരാജനും അതുപോലെ തന്നെ തോമസ് ചാണ്ടിക്കും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക പരിരക്ഷ CPM-ഉം പിണറായിയും കോടിയേരിയും ഒക്കെ ജലീലിന് കൊടുക്കുന്നത് അധാർമികമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു.